Hey guys, welcome back to another video. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് ഇതുപോലുള്ളൊരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കാറ്റഗറി എന്ന സെക്ഷന് വേണ്ടി നമ്മൾ ഇതുപോലുള്ളൊരു ഗ്രിഡാണ് ക്രിയേറ്റ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് പോസ്റ്റിന് വേണ്ടിയുള്ള ഗ്രിഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ പ്ലസ് സൈനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതെല്ലാം എലിമെൻറ്റർ എന്ന പ്ലഗിൻ യൂസ് ചെയ്തിട്ടാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ എലിമെൻറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതും ഫ്രീ വേർഷനാണ്. അപ്പം കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് എലിമെൻറ്റർ എന്ന പ്ലഗിൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നതൊക്കെ. സോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മളിപ്പം ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് കാണുന്ന സിംഗിൾ സ്ട്രക്ചറാണ്. സോ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്കിവിടെ ഒരു ഹെഡിങ് ആണ് വേണ്ടത്. നമുക്കിവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഈ കാണുന്ന ടീയുടെ ഐക്കൺ ഉണ്ട്. ഈ എലിമെൻറ്റ് നമുക്കിവിടെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഇത് ഹെഡിങ് എന്ന എലിമെൻ്റാണ്. എന്നിട്ട് നമുക്കിവിടെ ഈ കാണുന്ന നമ്മുടെ എഡിറ്റിംഗ് പാനലിൽ നമുക്ക് ലേറ്റസ്റ്റ് പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് മുകളിൽ വന്നിട്ട് ഈ കാണുന്ന കാറ്റഗറിയുടെ ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ കോപ്പി ചെയ്യാം. സോ നമുക്ക് ആദ്യം ഇത് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റൈൽ നമുക്കിവിടെ നമ്മുടെ ഈ ലേറ്റസ്റ്റ് പോസ്റ്റ് എന്ന ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഹെഡിങ്ങിൻ്റെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് സ്റ്റൈൽ എന്ന ഓപ്ഷൻ കാണും. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മുകളിൽ കാണുന്ന ഈ കാറ്റഗറി എന്ന് എഴുതിയേക്കുന്ന ഫോണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ സ്റ്റൈല്, അതായത് ഈ കാറ്റഗറി എന്ന ഈ ടെക്സ്റ്റിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് സ്റ്റൈലും അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് സൈസും ഒക്കെയാണ് ഇവിടെ കോപ്പി ആയിട്ട് ഇവിടെ പേസ്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ സെക്ഷൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ പോസ്റ്റ് ഗ്രിഡ് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ പോസ്റ്റ് ഗ്രിഡ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന പോസ്റ്റ് ഗ്രിഡ് സ്ലൈഡർ കാരസൽ എന്ന് കാണുന്ന ഈ ഒരു എലിമെൻറ്റ് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ താഴേക്ക് ഓക്കെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ബ്ലൂ ഒരു ഹൈലൈറ്റ് കാണും. അപ്പോൾ നമുക്കിത് ഡ്രോപ്പ് ചെയ്യണം. റൈറ്റ്, വളരെ സിമ്പിളാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇതിപ്പം ഈ എലിമെൻ്റ് ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ എഡിറ്റിംഗ് പാനലിൽ നമുക്ക് വരാം. എന്നിട്ട് ഇവിടെ ഐറ്റംസ് പെർ പേജ്, അപ്പം പെർ പേജിൽ എത്ര ഐറ്റംസ് വേണം. ഇപ്പോൾ ഇവിടെ ബൈ ഡിഫോൾട്ട് 9 ആണ്, നമുക്കത് 6 ആക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് 6 പോസ്റ്റുകളാണ് കാണാൻ കഴിയുന്നത്. റൈറ്റ്, ഇനി അടുത്തത് ഈ കാണുന്ന എക്സ്ക്ലൂഡ് ഐറ്റംസ് വിതൗട്ട് തംബ്നെയിൽ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് യെസ്സിലേക്ക് ആക്കാം. ഇനി അടുത്തത് നമുക്ക് ലേ ഔട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ലേ ഔട്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് മെയിൻ കാര്യം നമുക്കിവിടെ ഹോറിസോണ്ടൽ ഗട്ടർ എന്ന് കാണും, അതുപോലെ വെർട്ടിക്കൽ ഗട്ടർ എന്ന് കാണും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് 20 ടൈപ്പ് ചെയ്യാം. 20. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ കാണുന്ന ഓൾ പോസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ഇതൊക്കെ ഓരോ കാറ്റഗറീസാണ്. ഇത് നമുക്ക് വേണ്ട. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഷോ ഫിൽറ്റേഴ്സ് എന്ന് കാണും. ഇത് നമുക്ക് നോ എന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഇത് ഡിസപ്പിയർ ആയി. അതുപോലെ ഇതും നോ ആക്കാം. ഷോ പേജിനേഷൻ ഇതും നോ ആക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമെൻറ്റ്സ് ആണ്. ഇപ്പം ഇവിടെ കുറേ എലിമെൻറ്റ്സ് കാണാൻ കഴിയും. എലിമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ, നമ്മുടെ പോസ്റ്റിൻ്റെ ടൈറ്റിൽ ഉണ്ട്, അതുപോലെ ഡേറ്റ് ഉണ്ട്, കമൻറ്റ്സ് ഉണ്ട്, എക്സെപ്റ്റ്സ് എന്നുണ്ട്, പിന്നെ റീഡ് മോർ. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എലിമെൻറ്റ്സിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡേറ്റ് വേണ്ട.
അപ്പോൾ ഞാനിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഫുഡ് ബ്ലോഗിങ് വെബ്സൈറ്റിന് വേണ്ടിയുള്ള ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്ക് കമൻറ്റ്സ് വേണ്ടതിന് വേണ്ടി നമുക്കിവിടെ ഈ ക്ലോസ് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തത് എക്സെർപ്റ്റ്സ് ആണ്, അത് നമുക്ക് വേണം. അതിൻ്റെ താഴെ കാണുന്ന റീഡ് മോർ ഇത് നമുക്ക് വേണ്ട, റൈറ്റ്. അപ്പം നമുക്കതും ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് പോസ്റ്റുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിനെ സ്റ്റൈൽ ചെയ്യുകയാണ് വേണ്ടത്, റൈറ്റ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ സ്റ്റൈലിൽ വരാം. എന്നിട്ട് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഗ്രിഡ് ഐറ്റമിലെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം ബൈ ഡിഫോൾട്ട് ഇവിടെ ഒരു ഗ്രേയിഷ് കളറാണ്. ഇതിൻ്റെ കളർ നമുക്ക് വൈറ്റ് ആക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഈ കളറിൽ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് ഏത് കളറാണോ ചൂസ് ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെങ്കിലും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ വൈറ്റാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിന് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റും അതുപോലെ എക്സെർപ്റ്റ്സും ഒക്കെ വളരെ എൻഡ് ടു എൻഡ് ആണ്, റൈറ്റ്. അപ്പോൾ ഇതിനൊരു പാഡിങ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ പാഡിങ്, ഈ കാണുന്ന ഗ്രിഡ് ഐറ്റംസിൽ പാഡിങ്ങിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് 20 അടിക്കാം. ഓക്കെ, 20 ടൈപ്പ് ചെയ്യുമ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റും അതുപോലെ എക്സെർപ്റ്റ്സും ഒക്കെ കുറച്ച് ഉള്ളിലേക്ക് പോയതായിട്ട് കാണാം. ഇനി നമുക്ക് അടുത്തായിട്ട് ബോക്സ് ഷാഡോ ആണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പം നമുക്ക് ബോക്സ് ഷാഡോ കാണാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കളറിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ബാറ് കളറിൻ്റെ ആണ്, ഇതിൻ്റെ താഴെ കാണുന്നത് ഒപ്പാസിറ്റിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, റൈറ്റ്. എന്നിട്ട് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു ഗ്രിഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ മുകളിലത്തെ കാറ്റഗറിയുടെ പോസ്റ്റുകളും അതുപോലെ ലേറ്റസ്റ്റ് പോസ്റ്റുകളും ഒരേ ലൈനിലാണ്, ഒരേ സെക്ഷനായിട്ടേ തോന്നുള്ളൂ. സോ ഇത് നമുക്ക് അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ തൊട്ട് മുകളിലുള്ള ഈ കാണുന്ന കളർ നമുക്ക് ഇതിൻ്റെ സെക്ഷനിൽ നമുക്ക് ആഡ് ചെയ്യാം. സോ അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സെക്ഷൻ എഡിറ്റ്, എന്നിട്ട് നമുക്കിവിടെ സ്റ്റൈലിൽ വരാം. അതിനുശേഷം നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം, ക്ലാസിക്കൽ. എന്നിട്ട് നമുക്ക് കളർ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ കളർ സാമ്പിളർ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, ഈ കാണുന്ന ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ എനിക്കിപ്പോൾ ഈ കളറാണ് വേണ്ടത്. ഈ കളർ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഇതുപോലൊരു ബോക്സ് വരും. അപ്പോൾ ഈ ബോക്സിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നോക്കുമ്പം ഇവിടെ നമ്മുടെ ലേറ്റസ്റ്റ് പോസ്റ്റിൻ്റെ ഈ സെക്ഷൻ്റെ കളർ നമുക്ക് ഇതുപോലെ ചേഞ്ച് ആക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതായത് അഡ്വാൻസിൽ വരാം, ഈ സെക്ഷൻ്റെ എഡിറ്റ് സെക്ഷൻ്റെ അഡ്വാൻസിൽ വരാം. അഡ്വാൻസ് എഡിറ്റിംഗ് പാനലിൽ വന്നിട്ട് നമുക്കിവിടെ ഇതിപ്പോൾ ലിങ്ക്ഡ് ആണ്, ഇപ്പോൾ ഡീലിങ്ക് ചെയ്തിട്ട് നമുക്കിവിടെ
ഒരു 60 ആഡ് ചെയ്യാം ടോപ്പിൽ. അതുപോലെ ബോട്ടം നമുക്ക് 60 ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പേജിൽ വന്നിട്ട് റീഫ്രഷ് അടിക്കാം. റീഫ്രഷ് അടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേറ്റസ്റ്റ് ഗ്രിഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രിഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ അട്രാക്റ്റീവാണ്. സോ ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദി വൈസ് പാൻ ചാനൽ മലയാളം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.